കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിലും കനമുള്ള രണ്ടക്ഷരമായി MT. പലപ്പോഴും ഹ്രസ്വമായ വാക്കുകളിലെ രാഷ്ട്രീയ വിമർശനങ്ങൾ കൂരമ്പുകളായി. MTയുടെ എഴുത്തുകൾ എന്ന പോലെ അധികാര ആധിപത്യത്തെ ചോദ്യം ചെയ്യുന്നതായിരുന്നു ചുരുക്കം തവണ പരസ്യമാക്കിയ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെല്ലാം. മലയാളിയുടെ സാംസ്കാരിക ജീവിതം തന്നെയാണ് MT. എന്നാൽ എന്തായിരുന്നു MTയുടെ രാഷ്ട്രീയം? കക്ഷി രാഷ്ട്രീയത്തോട് പരസ്യമായ ചായ്വ് പ്രകടിപ്പിച്ചിട്ടില്ല. ചുരുക്കം വിമർശനങ്ങളും നിലപാടുകളുമാകട്ടെ രാഷ്ട്രീയത്തിൽ ഇളക്കമുണ്ടാക്കി. MT പറഞ്ഞ കഥകളിലധികവും അധികാരത്തെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. പരസ്യമാക്കിയ നിലപാടുകളും പരമാധികാരത്തിന് എതിരെയായിരുന്നു. ശബ്ദമില്ലാത്തവർക്കൊപ്പം നിൽക്കുകയെന്ന രാഷ്ട്രീയ കടമ ആ നിലപാടുകളിൽ തെളിഞ്ഞു. നോക്കൂ, 2003 മുത്തങ്ങ പോലീസ് വെടിവെപ്പ്. ആദിവാസി യുവാവ് ജോഗി കൊല്ലപ്പെട്ടപ്പോൾ പ്രതിഷേധിച്ചവരുടെ മുൻനിരയിൽ MT ഉണ്ടായിരുന്നു. അതിനു മുമ്പ് 1990 പെരിങ്ങോം ആണവ നിലയത്തിനെതിരായ ജനകീയ പ്രതിരോധത്തിന്റെ ഭാഗമായി MTയുടെ പ്രതികരണത്തിന് നമ്മൾ കാത്തിരിക്കുമെങ്കിലും പ്രതികരണങ്ങളെല്ലാം ചിലപ്പോൾ അപ്രതീക്ഷിതമാകും. 2016 മോദി സർക്കാരിന്റെ നോട്ട് നിരോധനത്തിൽ MTയുടെ വിമർശന ശരവും അങ്ങനെ അപ്രതീക്ഷിതമായിരുന്നു. നോട്ട് നിരോധനം സാധാരണക്കാരന്റെ ജീവിതം താറുമാറാക്കി. തുഗ്ലക്കിനെ പോലെ മോദിക്കും ഗൂഢലക്ഷ്യമെന്ന MT വിമർശനം ആളിക്കത്തി. ആചാരോപചാരമായ നേതൃത്വ പൂജകളെയും ആധിപത്യത്തെയും തുറന്നെതിർത്ത MTയുടെ അവസാന പരസ്യ വിമർശനം ഇതായിരുന്നു. അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ്. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്ന് നമ്മൾ കുഴിവെട്ടി മൂടി. വേദിയിൽ ഒപ്പമുണ്ടായിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ പ്രസംഗം ആർക്കെതിരെ എന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ തർക്കിച്ചു. അധികാരത്തിന് ലഹരിയുണ്ടെന്നതിൽ ആർക്കും തർക്കമുണ്ടായിരുന്നില്ല. രക്തം പുരണ്ട മണൽത്തരികൾക്ക് ശേഷം MT കഥകളിൽ രാഷ്ട്രീയം പ്രകടമായിരുന്നില്ല. എന്നാൽ ഒരു കാര്യമുണ്ട്, ഒരു നേതാവിന്റെ മുമ്പിലും MT കുമ്പിട്ടില്ല. ആരെയും വിളിച്ചു വരുത്തിയില്ല. വന്നവർ വീണ്ടും വരാൻ പുകഴ്ത്തിയുമില്ല. അതായിരുന്നു MTയുടെ രാഷ്ട്രീയ പ്രഖ്യാപനം. ന്യൂസ് ഡെസ്ക് 24.